പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 63-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യവചന വിശകലനത്തിന് എടുത്തിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൃപാസനത്തിൽ വൈറലായ ഒരു സാക്ഷ്യമാണ്. ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ സാക്ഷ്യം വിശകലനം ചെയ്തിരുന്നു. ഞാനൊരു പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ഉള്ളൂ ആ സാക്ഷ്യത്തിൻ്റെ എടുക്കുന്നുള്ളൂ. കാരണം ഞാൻ എൻ്റെ എപ്പിസോഡ് ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പ്രധാനമായിട്ട് 2 ഫീച്ചേഴ്സുള്ള സാക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ എപ്പിസോഡിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. മിക്കവാറും അങ്ങനെ സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അത് മാത്രമാണ് വിശകലനം ചെയ്തിരിക്കുന്നത്. ഇനി പെട്ടെന്ന് ആ ദിവസങ്ങൾ അങ്ങനെ ഒരു സാക്ഷ്യം കിട്ടിയില്ലെങ്കിലാണ് ഞാൻ മറ്റ് സാക്ഷ്യങ്ങൾ എടുക്കാറ്. ഒന്ന്, ദൈവപിതാവിൻ്റെ നേരിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഒരു സാന്നിധ്യം. അതുമല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഒരു സന്ദേശം കൈമാറ്റം. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ ഈ ലിവിങ് ഓറക്കിൾസ് എന്ന വലിയ ശുശ്രൂഷയിൽ എടുക്കാറ്. ഏറെ പ്രത്യേകമായിട്ട് ഈ കുറച്ച് നാളുകളിലായിട്ട് ഞാൻ യുവാക്കളെ പ്രത്യേകമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നിങ്ങളുടെ ഈ പ്രായത്തിൽ ഈശോയെ കിട്ടിയാൽ, ഇപ്പോൾ എന്നെ സംബന്ധിച്ചെടുത്ത് ഞാൻ നിങ്ങളോട് പല എപ്പിസോഡിലായിട്ട് പറഞ്ഞു, എൻ്റെ ഒരു ആധ്യാത്മിക യാത്ര എനിക്ക് ഒരു കുഞ്ഞുനാൾ മുതൽ, അതായത് ഒരു 4 വയസ്സ് മുതൽ, നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, പരിശുദ്ധ അമ്മയുടെ ഈ അമലോത്ഭവവും പരിശുദ്ധാത്മാവിനാൽ ഗർഭവതി ആയതൊക്കെ ഞാൻ ധ്യാനിച്ച് കുഞ്ഞുനാൾ മുതൽ നടന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കിതിൻ്റെ കാരണങ്ങളൊന്നും അറിയില്ലെങ്കിൽ പോലും ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനാണ് ഒരു ദിവസം ഭക്ഷണത്തിനിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ഛനൊരു ദർശനം ഉണ്ടായിട്ട് എന്നോട് പറഞ്ഞു, അതായത് നിൻ്റെ മാമോദിസ സമയത്ത് പരിശുദ്ധ അമ്മ നിന്നെ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. എന്നെ കേൾക്കാത്ത ദൈവമക്കളോടാണ് ഞാനിത് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുനാളിൽ മുതൽ പരിശുദ്ധ അമ്മയെ ഇങ്ങനെ ധ്യാനിച്ച് വന്നത്. എന്നിരുന്നാൽ പോലും പരിശുദ്ധ അമ്മയെ ഞാൻ ആഴമായി ധ്യാനിച്ചെങ്കിൽ പോലും എനിക്ക് പുണ്യ ആത്മാക്കളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം വിശുദ്ധ കൊച്ചു ത്രേസ്യയോടായിരുന്നു. അപ്പോൾ എൻ്റെ ഇടവകപ്പള്ളി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഞാൻ ജനിച്ചു വളർന്ന ഇടവകപ്പള്ളി സെയിൻറ്റ് ജൂഡ് ദേവാലയമാണെങ്കിൽ പോലും എനിക്ക് കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് വല്ലാത്ത അടുപ്പമുണ്ടായിരുന്നു. നാളുകൾക്കിപ്പുറം, അതായത് ചുരുക്കി പറഞ്ഞാൽ ഞാൻ ലൈസൻഷ്യേറ്റ് പഠനത്തിന് ചേരുമ്പോഴാണ് എൻ്റെ ഇടവക മാറുന്നത്. അത് ഞങ്ങളുടെ ബിഷപ്പിൻ്റെ അഭ്യർത്ഥന അനുസരിച്ചാണ്. കാരണം എല്ലാത്തിനും, അതായത് തിയോളജി അഡ്മിഷൻ്റെ സമയത്തും പിതാവിൻ്റെ റെക്കമെൻഡേഷൻ കത്തോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ദൈവശാസ്ത്ര തത്വശാസ്ത്ര പഠനമൊക്കെ ചെയ്തെങ്കിലും അവിടെ പിതാവ് ഇവിടെ ഇടവക ചേരാതെ തന്നെയായിരുന്നു എനിക്ക് കത്തൊക്കെ തന്നു വിട്ടത്, കൃപാസനത്തിൻ്റെ ഒരു ശുശ്രൂഷക എന്ന നിലയിൽ. തുടർന്ന് ലൈസൻഷ്യേറ്റ് പഠനത്തിൻ്റെ സമയത്ത് പിതാവ് എന്നോട് പറഞ്ഞു ഇടവക മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇടവക എന്ന് പറയുന്നത് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ഇടവക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൃപാസനത്തിൻ്റെ ഇടവകപ്പള്ളി അതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അത് ചിന്തിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇടവകയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഫാമിലി കാർഡ് കിട്ടും. അങ്ങനെ എനിക്കൊരു ഫാമിലി കാർഡ് കിട്ടി. അപ്പോൾ ഞാൻ സിംഗിൾ മെമ്പറുള്ള ഒരു ഫാമിലി കാർഡിൻ്റെ ഉടമയാണ്. അപ്പോൾ എൻ്റെ ഫാമിലി കാർഡിൽ ഞാൻ മാത്രമേ മെമ്പറുള്ളൂ. അപ്പോൾ ഞാൻ അന്ന് സന്യസ്ത വസ്ത്രം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് ചെല്ലുമ്പോൾ അന്നിരുന്ന ഇടവകാരി എൻ്റെ ഇങ്ങനെ ഫാമിലി രജിസ്റ്ററിൽ ഇങ്ങനെ എഴുതി വെച്ചു, ജോമോൾ നണ്ണ്. അന്ന് ഞാൻ ഈ വസ്ത്രം സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അച്ഛന് ഉറപ്പായിരുന്നു ഞാൻ എന്തായാലും സന്യാസിനിയാകും, അപ്പോൾ എഴുതേണ്ടതാണ്. അതുകൊണ്ട് അന്ന് തന്നെ എന്നെ ഒറ്റ മെമ്പറായിട്ടുള്ള കുടുംബ രജിസ്റ്ററിൽ കയറ്റി എനിക്ക് കുടുംബ കാർഡ് ഇഷ്യൂ ചെയ്തപ്പോൾ അച്ഛൻ എനിക്ക് അങ്ങനെ തന്നു. ഞാനിതെല്ലാം പറയാൻ കാരണം, ദൈവപിതാവ് എന്നെ നാളിതുവരെ വഴി നടത്തുകയായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ രമ്യയുടെ കാര്യമാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ രമ്യ എന്ന മകള് പെരുമ്പാവൂർ കീഴില്ലം ഭാഗത്തു നിന്ന് ഇവിടെ വന്നൊരു സാക്ഷ്യം പറഞ്ഞു. ഞാൻ രമ്യ വർഗീസ്, പെരുമ്പാവൂർ കീഴില്ലം സെൻറ്റ് തോമസ് മലങ്കര കാത്തലിക് ദേവാലയത്തിൽ നിന്ന് വരുന്നു. അപ്പോൾ ആ സാക്ഷ്യം ഞാൻ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ അത് ഉടമ്പടി ധ്യാനത്തിൽ വിശകലനം ചെയ്തിരുന്നു. അപ്പോൾ ഈ മകൾ പറഞ്ഞ ഒരു കാര്യം, അതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അതായത് ദൈവപിതാവിൻ്റെ വലിയൊരു വെളിപാട് ഈ മകൾക്ക് കിട്ടി.
അത് വലിയ ഒരു കൊടിയ സഹനത്തിൻ്റെ സമയത്താണ് ഈ മകൾക്ക് ഈ ഒരു വെളിപാട് കിട്ടുന്നത്. അപ്പോൾ ആ മകൾ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വചനം ഹൃദിസ്ഥമാക്കുകയോ വചനത്തോട് ചേർന്ന് അങ്ങനെ ദൈവപിതാവിനെ അങ്ങനെ സ്നേഹിച്ച് പ്രണയിച്ച് നടക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ഈ മകൾ പറയുകയാണ്, ഭർത്താവ് മരിച്ചു, 3 കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് നോക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇതേപോലെ വലിയ ഉടമ്പടി വഴി അത് ഇവിടെ വന്നു കയറിയപ്പോൾ തന്നെ ഈ മകൾക്കൊരു സന്ദേശം കിട്ടി, ദുരന്തം ഉണ്ടാകാൻ പോകുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഈ മകളുടെ തോളിൽ തട്ടിയപ്പോൾ, ഭർത്താവുമായിട്ട് അന്നാണ് വന്ന് കാണുന്ന സമയത്ത് തോളിൽ തട്ടിയപ്പോഴാണ് ആ ദുരന്തം ഞാൻ സ്വീകരിക്കണം, ആ ദുരന്തം സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്, എന്നെ ശക്തിപ്പെടുത്താനാണ് ബഹുമാനപ്പെട്ട അച്ഛൻ, കർത്താവിൻ്റെ അഭിഷിക്തൻ എന്നെ ഇങ്ങനെ തട്ടിയതെന്ന് ഈ മകൾക്കൊരു ആന്തരിക ബോധ്യം, പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് ഈ ആന്തരിക ബോധ്യം. അത് ഈ മകൾക്ക് കിട്ടുകയുണ്ടായി. ശേഷം ഈ മകൾ പറഞ്ഞു വരുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 2 കാര്യങ്ങൾ ഈ മകൾ പറയുന്നുണ്ട്. അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ കാര്യം അത് പിതാവായ ദൈവത്തോടുള്ള വലിയൊരു ബന്ധമാണ്. ഈ മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് പിതാവായ ദൈവത്തോടൊരു സ്നേഹം വരിക. അതായത് ഞാൻ ഈ പിതാവായ ദൈവത്തെ മനസ്സിങ്ങനെ കണ്ടിട്ട്, ഈ മകൾ പറയുന്നുണ്ട്, കൊച്ചു കുട്ടികളാണ് സാധാരണ നമുക്കറിയാം, നമുക്ക് ഏറ്റവും ഇൻറ്റിമസി ഉള്ള ഒരു ആളുടെ കഴുത്തിലാണ് നമ്മളിങ്ങനെ കോർത്ത് കൈയിടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പല സർക്കിളിൽ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ, തേർഡ് സർക്കിൾ. ഞാൻ ചിലവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, നീ എൻ്റെ ഫസ്റ്റ് സർക്കിളിലുള്ള, അങ്ങനെ ചുരുക്കം ചിലർ മാത്രമേ എൻ്റെ ഫസ്റ്റ് സർക്കിളിലുള്ളൂ. അവരോട് നമുക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും ഹൈഡ് ചെയ്യത്തില്ല, എല്ലാം ഓപ്പണായിട്ട് പറയും. കാരണം അവർ ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, അവർ എന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മറയില്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങളും സംസാരിക്കും. അപ്പോൾ ഈ മകൾക്ക് ഈ ഒരു ഫസ്റ്റ് പിതാവിൻ്റെ ബന്ധത്തിൻ്റെ ഒരു ഫസ്റ്റ് സർക്കിളിലേക്ക് ഈ ഒരു കൊടിയ സഹനത്തിൻ്റെ സമയത്ത് കടക്കാൻ സാധിച്ചു. അതാണ് ഈ മകൾ പറയുന്നുണ്ട്, പിതാവായ ദൈവത്തോട് ഞാൻ എപ്പോൾ പ്രാർത്ഥനയിലായിരിക്കുമ്പോഴും കണ്ണടയ്ക്കുമ്പോഴും എനിക്ക് പിതാവിൻ്റെ രൂപം മനസ്സിൽ വന്നിട്ട്, പിതാവിൻ്റെ കഴുത്തേൽ 2 കൈയിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന എപ്പോഴും ഒരു ദർശനമാണ്. എൻ്റെ ഒരു ലിവിങ് ഓറക്കിൾ ശുശ്രൂഷയുടെ ഒരു ഉദ്ദേശം ഇത് തന്നെയാണ്, നിങ്ങളെ പിതാവായ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളത്. കാരണം ഒരു ആധ്യാത്മിക ജീവിതം നിങ്ങൾ ആരംഭിക്കുമ്പോൾ അത് ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പടി നിങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്വായത്തമാക്കേണ്ട ഒന്നാണ് ദൈവപിതാവിനോടുള്ള വലിയൊരു സ്നേഹം. അത് എന്നെ പഠിപ്പിച്ചത് ദൈവപിതാവ് നേരിട്ടാണ് പഠിപ്പിച്ചത്. പലരും അത് ഇതേപോലെ ജീവിതത്തിൻ്റെ കൊടിയ സഹനങ്ങളിലാണ് ഇങ്ങനെ ഒരു ദൈവപിതാവ് പുത്രനെ പോലും ഒഴിവാക്കാതെ ലോകത്തെ സ്നേഹിച്ച സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ എല്ലാം നമുക്ക് നൽകിയ ഒരു ദൈവപിതാവിൻ്റെ സ്നേഹത്തെ പറ്റി പലരും കൊടിയ സഹനങ്ങളുടെ സമയത്താണ് ധ്യാനിക്കുന്നത്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു 2 അനുഭവങ്ങൾ വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകൾ പറയാം. ഒന്ന്, കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാല മഹാറാലിക്ക് ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതിന് മുമ്പാണ് ഞാൻ ഈ സ്വർഗീയ പിതാവിനെ ആദ്യമായിട്ട് ആകാശത്ത് ഇങ്ങനെ കൈവിരിച്ച് പിടിച്ച് ദൈവസ്നേഹത്തോടെ ഇങ്ങനെ മാടി വിളിക്കുന്ന ഒരു ദൈവപിതാവിനെ ആകാശത്ത് വ്യക്തമായിട്ട് ഞാൻ കാണുന്നത്. എന്നിട്ടൊരു സന്ദേശം ആത്മാവിൽ പിതാവായ ദൈവനോട് പറഞ്ഞു, നീ എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ പിതാവിൻ്റെ കയ്യെ പിടിച്ചതാണ്. എൻ്റെ എല്ലാ എപ്പിസോഡിൻ്റെ ആരംഭത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നൊരു വാക്കാണ്, ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ. അപ്പോൾ ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ 2 തവണ ഇതേപോലെ, ഒരു തവണ അവ്യക്തമായി, ഒരു തവണ വ്യക്തമായിട്ട് ഞാൻ പിതാവായ ദൈവത്തെ കണ്ടിട്ടുണ്ട്. ഇത് 2ാമത്തെ തവണ ഇതേപോലെ എൻ്റെ ഒരു കോംപ്രിഹെൻസീവ് എക്സാമിൻ്റെ സമയത്താണ്. നിങ്ങൾക്കറിയാം, കൃപാസനത്തിൻ്റെ ഞാൻ ഇതുപോലെ എൻ്റെ BTH പഠനം നടത്തുമ്പോൾ ഏറ്റവും ടഫ് ടൈം 4-5 ബുക്കിൻ്റെ പ്രസിദ്ധീകരണം. ഈ ബുക്ക് പ്രസിദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും അറിയാം, അതായത് 600, 700, 800 പേജുള്ള ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കാൻ നമുക്ക് ഒരുപാട് കടമ്പകളുണ്ട്. ഓരോ വാക്കിലൂടെയും നമ്മൾ കടന്നുപോയി അവിടെ തെറ്റുണ്ടോ, റിപ്പീറ്റേഷൻ ഉണ്ടോ, ഇതുണ്ടോ, ഓരോരോ വാക്കുകളിലൂടെയും കടന്നുപോയി ഓരോ തെറ്റുകൾ തിരുത്തി ഒരു ക്രോഡീകരിച്ചൊരു ബുക്കാക്കണമെങ്കിൽ ഒരുപാട് സ്ട്രെയിനുണ്ട്. അപ്പം അങ്ങനെ 4-5 ബുക്ക് വർക്കുകളുമായിട്ടാണ് ഞാൻ എൻ്റെ BTH പഠനത്തിൽ മുന്നോട്ട് പോയത്. ആ സമയത്ത് എല്ലാം ഈ കോംപ്രിഹെൻസിൻ്റെ സമയത്ത് വന്നപ്പോൾ അത് നമ്മുടെ അച്ഛന്മാർക്കൊക്കെ അറിയാതെ, അതായത് നമ്മൾ 3 വർഷവും പഠിച്ച കാര്യങ്ങൾ എല്ലാം കൂടിയാണ് ഇവർ ഈ പാനലിൽ വന്നിരിക്കുമ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഈ പാനലിൽ എന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു.
അതായത് ഈ ഒരു കൃപാസനം സ്പിരിച്വാലിറ്റിയോട് ഒരു അത്ര ആഭിമുഖ്യമില്ലാത്ത, അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നൊരു സമയത്തായിരുന്നു. അന്നാണ് ഞാൻ വീണ്ടും ഈ ദൈവപിതാവിനെ കാണുന്നത്. അന്ന് ഇതേപോലെ ജടയുള്ള താടിയുള്ള പിതാവായ ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒന്ന് ചിരിച്ചുള്ളൂ എൻ്റെ മുഖത്ത് നോക്കി. ആ ചിരിയുടെ ആ നിറവ് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അന്ന് എൻ്റെ ഇങ്ങനെ ഹാർട്ടൊക്കെ ഇങ്ങനെ മിടിച്ച് ഇങ്ങനെ, നമ്മൾ പറയും, അതായത് മെഡിക്കൽ ഭാഷയിൽ പറഞ്ഞ പാൽപിറ്റേഷൻ എന്ന് പറയും. ഈ പിതാവായ ദൈവം ദർശനത്തിൽ വന്നതോട് കൂടിയിട്ട് എൻ്റെ എല്ലാ ടെൻഷനും വാനിഷായിപ്പോയി. ഇപ്പം ഇങ്ങനെ 2 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ മകൾ പറയുന്നത്, രമ്യ മോള് പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് പിതാവായ ദൈവത്തോട് വല്ലാത്തൊരു പ്രണയം, സ്നേഹം തോന്നി. എപ്പോൾ പിതാവായ ദൈവത്തെ കണ്ടാൽ ഞാൻ ഈ കഴുത്തിലെ ഇങ്ങനെ പിടിക്കുന്നു. ഏറ്റവും ഇൻറ്റിമസി ഉള്ളവരേ ഉള്ളൂ നമ്മൾ കഴുത്തിൽ കൈയിടത്തുള്ളൂ. അപ്പോൾ ഈ മകൾ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും അത് മാറ്റാൻ ശ്രമിക്കും. കാരണം വലിയ മഹത്വകരമായ ഒരു പിതാവിൻ്റെ കഴുത്തിൽ കാലിൽ പിടിക്കേണ്ടതല്ലേ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കും. പക്ഷെ ഇത് കേട്ടപ്പോൾ എനിക്ക് അത് വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടാക്കി. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അത് അപ്പായോടാണ്. ഈശോയെ ഇഷ്ടമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ ഒരു ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിതാവുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാതെ ഇതിൻ്റെ ഒരു ഹയർ ക്ലാസ്, അതുപോലെ ഒരു ഹയർ ലെവലിലേക്ക് നമുക്ക് ആധ്യാത്മികമായിട്ട് ഉയരാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പിതാവായ ദൈവത്തെ കൂട്ടുപിടിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതിൻ്റെ 2 വചനങ്ങൾ ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. യാക്കോബ് 1:17, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശത്തിൻ്റെ പിതാവിൽ നിന്ന് വരുന്നു. അതെ, പെർഫെക്റ്റ് ഗിഫ്റ്റ്സ് അത് എപ്പോഴും പിതാവിൽ നിന്ന് വരുന്നത്. വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-23 തിരുവചനം, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഈ മകളുടെ സ്പിരിച്വാലിറ്റി വളരുകയാണ്. അത് പിതാവായ ദൈവത്തെ അവൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് മകൾക്ക് ആ ഒരു ലെവലിലോട്ട് വളരാൻ സാധിച്ചത്. മകൾ പറയുന്നുണ്ട്, ഭൗതികമായിട്ടുള്ള യാതൊന്നും ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ വയ്ക്കാറില്ല, നിത്യതയാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. അതെ, ഈ മകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഒരു നോർമൽ ലൈഫ്, ചിലർ പറയത്തില്ല എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എല്ലാം സെറ്റാണ്, എവറിത്തിങ് ഈസ് ഓക്കെ, മക്കൾ നല്ല രീതിയിൽ, ഭാര്യയ്ക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊരു ഭർത്താവ് പറയുന്നു. അതുപോലെ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക്കലായിട്ട് യാതൊരു പ്രശ്നമില്ല, എല്ലാം നന്നായിട്ട് സ്മൂത്തായിട്ട് പോകുന്നു. അതുപോലെ അല്ലെങ്കിൽ പല ജീവിതാന്തസ്തുകളിലുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾക്ക് യാതൊരു, നിങ്ങളുടെ ഇപ്പോൾ ഒരു സമർപ്പിതവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിറ്റിയിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയും. അങ്ങനെ ഓരോരുത്തരും പ്രശ്നം ഇല്ല എന്ന് പറയുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളതാണ്, ഈ പ്രശ്നം ഇല്ല എന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്ന സമയത്താണ് നിങ്ങൾ തീർച്ചയായിട്ടും മരിയൻ ഉടമ്പടി എടുത്തു മുന്നേറേണ്ടത്. കാരണം ഈ മകളെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് പോയിൻ്റ് ഉള്ളത്, ഈ മകള് ഈ ഒരു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും സൃഷ്ടാവായ കർത്താവാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ പറയാൻ പഠിച്ചത് ഈ ഒരു കൊടിയ സഹനത്തിന് ശേഷമാണ്. ഇവിടെയാണ് പരിശുദ്ധ അമ്മയെ നമ്മൾ മാതൃകയാക്കേണ്ടത്. പരിശുദ്ധ അമ്മ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയാണ്, അതായത് പുത്രൻ്റെ അമ്മ. ഇതിൽ പരം ഒരു പദവി ഒരു സ്ത്രീക്കിനി ലഭിക്കാനില്ല. പുത്രനായ ദൈവത്തിൻ്റെ അമ്മ. ഈ പദവി ലഭിക്കുമ്പോഴും അത്രയേറെ വലിയ പദവിയാണെന്ന് ആത്മജ്ഞാനം കൊണ്ട് അറിഞ്ഞ പരിശുദ്ധ അമ്മ പറയുന്ന ഒരു വചനമുണ്ട്, ലൂക്ക 1:38, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതായിരിക്കണം നമ്മുടെ ആദ്യന്തം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വെളിപാട് 2:10 നമ്മൾ വായിക്കുന്ന പോലെ മരണം വരെ നമ്മൾ വിശ്വസ്തരായിരിക്കുമ്പോഴാണ് ജീവൻ്റെ കിരീടം നമുക്ക് ലഭിക്കുന്നത്. അല്ലാതെ ഇടക്കാലം കൊണ്ട് 10 വർഷം വളരെ സ്പിരിച്വലായിട്ട് ഉടമ്പടിയിൽ ജീവിച്ചു, അടുത്ത 10 വർഷം ഈശോയെ തിരിഞ്ഞു നോക്കാതെ ജീവിച്ചു, അങ്ങനെ ഒരു ഇത് ആധ്യാത്മിക ജീവിതത്തിലില്ല. എപ്പോഴും ഒരേപോലെ ഇരിക്കാനാണ് വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം വെളിപാട് 2:10 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മരണം വരെ വിശ്വസ്തനായിരിക്കുമ്പോഴാണ് ജീവൻ്റെ കിരീടം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ ആർജിച്ചെടുത്ത ആ ഒരു ആധ്യാത്മിക നിലവാരം തന്നെയാണ്. കാരണം ആ ഒരു പ്രായത്തിൽ പരിശുദ്ധ അമ്മ, അതായത് 10-14 വയസ്സുള്ള ഒരു മകൾ പറയുന്ന ഒരു ആധ്യാത്മിക വചനം, ഇതാ കർത്താവിൻ്റെ ദാസി. 14 വയസ്സുള്ള ഒരു മകൾ പറയുന്ന ഒരു വചനമാണ്, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അത് കുരിശുകളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അമ്മ പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി. അതെ,
അപ്പായുടെ ദാസിയാണെന്ന് അന്നേ പറഞ്ഞ ദൈവമാതാവ്, ആ ഒരു ആധ്യാത്മിക ആ ഒരു ചൈതന്യത്തിലേക്കാണ് മരിയൻ ഉടമ്പടി ഇപ്പം എന്നെ കേൾക്കുന്ന മക്കൾ എടുത്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഉയർന്ന് ആ ലെവലിലാണ് ചിന്തിക്കേണ്ടത്. സഹനങ്ങൾക്ക് ശേഷം പറയുന്നത് അത് നമ്മുടെ ജോബിൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് ഒരുപാട് ജീവിത ദുരിതങ്ങൾ സംഭവിക്കുമ്പോൾ ജോബ് പറയുന്നുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഇവിടെയാണ്. അതെ, ആദ്യമേ തന്നെ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതെ, ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ്. ആ ഒരു വലിയ വിളിയിലോട്ടുള്ള ഒരു ക്ഷണമാണ് നമ്മുടെ മരിയൻ ഉടമ്പടി എന്നുള്ളത്. അതായത് ദൈവപിതാവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു ആവൃത്തിയിലേക്കുള്ള ഒരു വലിയ ക്ഷണമാണ് മരിയൻ ഉടമ്പടി. അത് സഹനങ്ങൾ വരുമ്പോഴല്ല നിങ്ങൾ ദൈവപിതാവിനെ മുറുകെ പിടിച്ച് സ്നേഹിച്ച് കൂടെ നിർത്തേണ്ടത്, മറിച്ച് ആദ്യമേ മുതൽ പരിശുദ്ധ അമ്മ മംഗളവാർത്ത സന്ദേശം ആദ്യ ക്ഷണത്തിൽ ശ്രവിച്ച മാത്രയിൽ പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഈ ദൈവത്തിൻ്റെ വിളിയോട്, അതുമല്ലെങ്കിൽ ഓരോരോ ജീവിതത്തിലെ സാഹചര്യങ്ങളോട് പ്രതികരിക്കേണ്ടത്. അത് നല്ല സമയത്താണ് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഗ്രേഡ് കൂടുതൽ കിട്ടും. വീണ്ടും സഹന സാഹചര്യത്തിൽ ഏറ്റുപറയണതിന് മാർക്കില്ലെന്നല്ല, തീർച്ചയായിട്ടും ആ സമയത്ത് ദൈവത്തെ തള്ളിപ്പറയാതെ മുന്നേറുന്നതിന് അഡീഷണൽ മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കിപ്പോൾ നല്ല കാലമാണെന്നുണ്ടെങ്കിൽ, യുവതി യുവാക്കളാണെന്നുണ്ടെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും, മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും, കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും, ഈ സമയം മുതൽ നിങ്ങൾ മനസ്സിൽ കോറിയിടേണ്ട ഒരു വചനമാണ് പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിച്ച ഒരു വചനം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് അത് എന്നിൽ നിറവേറട്ടെ. ആ ഒരു വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് ഈ പ്രത്യേകമായിട്ടുള്ള എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് നമുക്ക് യാചിച്ച് ദൈവപിതാവിൻ്റെ ആ ഒരു വലിയ പ്രീതിക്ക് പാത്രമാകാനുള്ള വലിയൊരു ക്ഷണമായിട്ട് നിങ്ങൾ ഈ എപ്പിസോഡ് എടുക്കണമെന്ന് പ്രത്യേകമായിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ദൈവപിതാവെ, രമ്യയുടെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അതേ സഹനങ്ങൾ അത് വരാൻ നോക്കി നിന്ന് ദൈവപിതാവിൻ്റെ വലിയ സ്നേഹത്തെ രുചിച്ചറിയുന്നതിന് പകരമായിട്ട് എല്ലാം സ്വസ്ഥമായിരിക്കുമ്പോൾ, സന്തോഷമായിരിക്കുമ്പോൾ, സമാധാനമായിരിക്കുമ്പോൾ തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ ആ ദൈവമാതാവിൻ്റെ വലിയ നടപടി, അതെ, കുരിശുകൾ മുമ്പിൽ കണ്ടുകൊണ്ടും സന്തോഷത്തിലായിരുന്നു കൊണ്ട് ദൈവഹിതത്തിന് തന്നെ സമർപ്പിച്ച ആ ദൈവമാതാവിൻ്റെ നടപടി ഞങ്ങൾ ഇപ്പോൾ മനസ്സാ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈശോയെ, ഞങ്ങൾ ആ ഒരു ആധ്യാത്മിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസരങ്ങളുണ്ടാകുമ്പോൾ, എല്ലാവരാലും ഒറ്റപ്പെടുത്തുന്ന അവസരങ്ങളുണ്ടാകുമ്പോൾ, ആരും ഒരു സപ്പോർട്ടും ഇല്ലാതെ നിൽക്കുന്ന സമയത്തും പരിശുദ്ധ അമ്മേ, നീ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതുപോലെ എല്ലാം ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഏൽപ്പിച്ച ജോലികളെല്ലാം ദൈവപിതാവിൻ്റെ ഇഷ്ടത്തിനനുസൃതം പൂർത്തീകരിക്കാനുള്ള വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് എപ്പിസോഡിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ ജീവിത ദുരിതങ്ങളിലൂടെയും ദുരന്തങ്ങളിലെയും കടന്നു പോകുന്ന മക്കളെ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ അപ്രതിരോധ്യമായ മധ്യസ്ഥത്താൽ ആ മക്കളെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും, തെറ്റായ ചിന്തകളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും ഈശോയെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവപിതാവിൻ്റെ വലിയ ആകർഷണം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊല്ലണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.